Hi friends, welcome back to our channel Hexcent Private Limited. So നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൈത്തൺ ജാങ്കോയിലെ CRUD ഓപ്പറേഷൻസ് ആണ്. CRUD ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ പ്രോജക്റ്റിൽ നമ്മൾ ഓൾറെഡി CRUDിലെ രണ്ട് ഓപ്പറേഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് ആൻഡ് റിട്രൈവ്. ആ സെഷൻസ് ഒക്കെ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളോട് ചോദിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിന്റെ ബാക്കി പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കോഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ ഞങ്ങളെ അറിയിക്കുക. സോ നമുക്ക് നമ്മുടെ പ്രോജക്റ്റിലേക്ക് പോകാം, കോഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ ഈ ഒരു ടെംപ്ലേറ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ നമ്മൾ ഇവിടുന്ന് ടാസ്ക് ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെ നമ്മളിവിടെ റിട്രൈവ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഈ ടാസ്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചിടത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഓരോ ടാസ്കിനും നേരെ നമുക്ക് ഒരു കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നൊരു മാർക്കസ് ഡൺ, അതേപോലെ തന്നെ ഒരു ട്രാഷ് ഓപ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. സോ നമുക്കിപ്പോ ആദ്യം നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് ഈ ഒരു മാർക്കസ് ഡൺ. ഈ ഒരു ടാസ്കിൽ മാർക്കസ് ഡൺ സെറ്റ് ചെയ്താൽ, അതായത് കംപ്ലീറ്റഡ് ആണ് എന്നൊരു ടെസ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ടാസ്കിനെ ഇവിടെ കംപ്ലീറ്റഡ് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിൽ വേണം നമുക്ക് ഡിസ്പ്ലേ ആവാൻ വേണ്ടിയിട്ട്. അപ്പം അതാണ് നമ്മൾ ആദ്യം ഈ ഒരു മാർക്കസ് ഡൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മാർക്കസ് ഡൺ സെറ്റ് ചെയ്യുന്നു. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടാസ്കിനെ പിന്നീട് നമുക്ക് കംപ്ലീറ്റഡ് ടാസ്കിന്റെ കൂട്ടത്തിലാണ് കാണേണ്ടത്. സോ നമുക്ക് അതെങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. നമ്മളിപ്പോ അതാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് കോഡിലേക്ക് പോകാം. VS കോഡിൽ നമ്മുടെ പ്രോജക്റ്റ് എടുക്കുന്നു. പ്രോജക്റ്റിൽ നമ്മുടെ ആപ്പിൽ views.py ഉള്ളത്. അവിടെ നമുക്കൊരു വ്യൂ ഇതിനായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. വ്യൂ മാർക്കസ് ഡൺ എന്ന് നെയിം കൊടുക്കുന്നു. മാർക്കസ് ഡൺ. ഇതിൽ നമുക്ക് റിക്വസ്റ്റ് പാസ് ചെയ്യിക്കാം. ഇതിലേക്ക് നമുക്ക് ടാസ്ക് ഈസ് ഈക്വൽ ടു മോഡലിൽ നിന്ന് നമുക്ക് ഒബ്ജക്ട്സിനെ ഗെറ്റ് ചെയ്യാം. ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ്. ഗെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ടാസ്ക് ID ഉപയോഗിക്കണം. ID യൂസ് ചെയ്തിട്ട് ഗെറ്റ് ചെയ്യുന്നു. നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്കൊരു ID ജാങ്കോ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ID ആണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ടാസ്ക് ID കൂടി പാസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ കൊടുക്കണ കണ്ടന്റ്സ് കൂടാതെ അല്ലെങ്കിൽ ഫീൽഡുകൾ കൂടാതെ നമുക്കൊരു ഫീൽഡ് കൂടി ജാങ്കോ തന്നെ ക്രിയേറ്റ് ചെയ്യും. ഒരു ID, യുണീക്ക് ആയിട്ടുള്ള ID ഫീൽഡ്, പ്രൈമറി കീ ആയിരിക്കും അത്. അപ്പോൾ ആ ഒരു ID ആണ് നമ്മളിവിടെ ടാസ്കിനെ ഗെറ്റ് ചെയ്യാൻ, ഒബ്ജക്ട്സിനെ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അടുത്തത് നമുക്ക് ടാസ്ക് ഡോട്ട് ഈസ് അണ്ടർസ്കോർ കംപ്ലീറ്റഡ് ഇസ് ഈക്വൽ ടു ട്രൂ. കംപ്ലീറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. കംപ്ലീറ്റഡ് ആണോ എന്ന് നോക്കുന്നു. ഈസ് കംപ്ലീറ്റഡ് ഇസ് ഈക്വൽ ടു ട്രൂ എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ടാസ്ക് ഡോട്ട് സേവ്. ടാസ്കിനെ സേവ് ചെയ്യുന്നു. റിട്ടേൺ റീഡയറക്റ്റ് ഹോം കൊടുക്കാം. ഓക്കെ, നമ്മൾ വ്യൂസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒബ്ജക്ട്സിനെ ഗെറ്റ് ചെയ്യുന്നു. അത് ടാസ്ക് ഡോട്ട് ഈസ് കംപ്ലീറ്റഡ് ട്രൂ. അതിനുശേഷം ആ ടാസ്കിനെ സേവ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ URLs ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് പ്രൊജക്ടിന്റെ URLs വരുന്നു. പാത്ത് മാർക്കസ് ഡൺ എന്ന് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് അതിനുശേഷം നമുക്ക് ഈ ഒരു റൂട്ടിൽ സാധാരണ കൊടുക്കുന്നതിനെക്കാട്ടിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ID പാസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു റൂട്ടിലും നമുക്കത് പറഞ്ഞു കൊടുക്കണം. പിന്നെ ഒരു പർട്ടിക്കുലർ ഐറ്റം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയും കൂടെ ID പറഞ്ഞു കൊടുക്കുന്നത്. ഇന്റ് ടാസ്ക് ID ആയിരുന്നു. ടാസ്ക് ID ഇന്റ് ആണ് അതിന്റെ ടൈപ്പ്. ID ടാസ്ക് ID ആണ് കൊടുക്കുന്നു. കോമ ഒക്കെ കോമൺ നേരത്തെ പോലെ തന്നെ വ്യൂസ് ഡോട്ട് മാർക്കസ് ഡൺ നെയിം ഈസ് ഈക്വൽ ടു മാർക്കസ് ഡൺ എന്ന് കൊടുക്കും. നമ്മളിവിടെ വ്യൂവും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞു. സോറി, URL ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടെംപ്ലേറ്റിലേക്ക് വരാം. ടെംപ്ലേറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ മാർക്കസ് ഡൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ടെംപ്ലേറ്റിൽ എല്ലാവർക്കും
ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ആ ഒരു ടാസ്കിന്റെ കൂടെയാണ് നമുക്ക് ആ ഒരു മാർക്ക് സ്റ്റോൺ വന്നേക്കുന്നത്. അപ്പൊ ഈ ഒരു ബട്ടണിന് നമുക്ക് ഈ ഒരു URL കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഇവിടെ നമ്മൾ hrefൽ നമുക്ക് ഈ ഒരു URL കൊടുക്കാം. URL mark_as_done i.id. നമ്മൾ id കൂടി പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം i.id എന്ന് കൊടുക്കുന്നു. നമ്മൾ ഈ ഒരു ബട്ടണ് id കൂടി പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. നമുക്ക് ഇനി ഇവിടെ നമുക്ക് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആക്ഷൻ ആയിരിക്കും സംഭവിക്കുക. അതായത് നമ്മൾ ആ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്യൂവിന്റെ URL ആണ് നമ്മൾ ഈ ഒരു ബട്ടണിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് നോക്കാം. നമുക്ക് ഇവിടെ മാർക്കസ് ഡൺ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു ടാസ്ക്, ഇപ്പൊ ലേൺ HTML എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാസ്ക്, ഇതിൽ ഞാൻ മാർക്കസ് ഡൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ടാസ്ക് കാണേണ്ടത് ലേൺ HTML ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് കാണേണ്ടത് ഇവിടെയാണ്. അപ്പൊ ഞാൻ ഇത് ഈ URL ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് അത് ഇപ്പൊ എവിടെ ഡിസ്പ്ലേ ആവാത്തത്. അപ്പൊ ഞാൻ അതിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതിനെ ഗെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അവിടുന്ന് ഗെറ്റ് ചെയ്ത ആ ഒരു സംഗതി നമുക്ക് ഇവിടെ ഈ ഒരു കംപ്ലീറ്റഡ് ടാസ്കിലേക്ക് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യിക്കണം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ ഈ ഒരു കംപ്ലീറ്റഡ് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിൽ വരാം. ഇവിടെ വന്നിട്ട് നമ്മൾ മുൻപ് ചെയ്തതുപോലെ തന്നെ നമ്മൾ റിട്രീവ് ചെയ്യാനായിട്ട് ചെയ്തതുപോലെ തന്നെ നമുക്കൊരു ഫോർ ലൂപ്പ് കൊടുക്കാം. ഫോർ I in. നമ്മൾ ഇനി ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് കീ ഏതാണെന്ന് നോക്കാം. നമ്മളിവിടെ ആദ്യം നമ്മളൊരു വ്യൂ ക്രിയേറ്റ് ചെയ്തിരുന്നു. ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് നമ്മുടെ ഒബ്ജക്ട്സിനെ ഫിൽറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈസ് കംപ്ലീറ്റഡ് എന്ന് പറയുന്ന വാല്യൂ ട്രൂ ആണെങ്കിൽ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിലേക്കും, ഫോൾസ് ആണെങ്കിൽ ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിലേക്കും റിട്രൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിനെ ഒരു ഡിക്ഷണറി ആക്കി അതിനെ നമ്മൾ HTML ഫയലിലേക്ക് പാസ് ചെയ്യിപ്പിച്ചിരുന്നു. അപ്പം ആ ഒരു ഇതില് ഡിക്ഷണറിയിൽ നമ്മുടെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകളെ റിട്രൈവ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിനെ നമ്മൾ സ്റ്റോർ ചെയ്തത് ഡിക്ഷണറിയിൽ കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ ഒരു കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കീ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ടെംപ്ലേറ്റിൽ നമ്മളിവിടെ ഈ ഡിക്ഷണറിയിൽ നിന്ന് നമുക്ക് ആ കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കീക്കുള്ളിലാണ് നമ്മുടെ ടാസ്ക്സ് ഇരിക്കുന്നത്. ഇത് നമുക്ക് പാസ് ചെയ്യിപ്പിക്കാം. i.task. നമുക്ക് ആ ഒരു ഫോർ ലൂപ്പ് ഇവിടെ എൻഡ് ചെയ്യിപ്പിക്കാം. എൻഡ് ഫോർ കൊടുക്കാം. ഇനി നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. കണ്ടില്ലേ, നമ്മളത് മുൻപ് ഇവിടെ ആഡ് ചെയ്തിരുന്ന ടാസ്കുകളാണ്. ആ ഒരു ടാസ്കിനെ നമ്മളിവിടെ നമ്മൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു ഇതും കൂടെ നോക്കാം. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു മാർക്കസ്റ്റൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു കംപ്ലീറ്റഡ് ടാസ്കിന്റെ അവിടെ ഡിസ്പ്ലേ ആവുന്നത്. നേരത്തെ ആഡ് ചെയ്ത് വെച്ചിരുന്ന ആ ടാസ്കിൽ നമ്മൾ ഈ ഒരു ബട്ടൺ സെറ്റ് ചെയ്തതിനു ശേഷം മാർക്കസ്റ്റൺ ക്ലിക്ക് ചെയ്ത് നോക്കിയിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ഇവിടേക്ക് വരുന്നതാണ്. വീണ്ടും ഞാൻ ഈ ഒരു ലേൺ റിയാക്ട് എന്ന് പറയുന്ന ടാസ്കിൽ മാർക്കസ്റ്റൺ സെറ്റ് ചെയ്യുന്നു. എനിക്കത് കംപ്ലീറ്റഡ് ടാസ്കിന്റെ ലിസ്റ്റിൽ വരുന്നു. എനിക്കിവിടെ ലേൺ ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുക്കുന്നു. നോക്കിയാൽ കാണാം, ഇവിടെ നമുക്ക് ആ ഒരു ടാസ്ക് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് മാർക്കസ്റ്റൺ ക്ലിക്ക് ചെയ്താൽ അത് ഇവിടെ ഡിസ്പ്ലേ ആവും. നമുക്ക് അതേപോലെ തന്നെ ഇവിടെ നിന്നും മാർക്കസ്റ്റൺ, ഈ ഒരു കംപ്ലീറ്റഡ് ടാസ്കിന്റെ കൂട്ടത്തിൽ നമുക്ക് മാർക്കസ്റ്റൺ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തിരികെ ഈ ഒരു ടാസ്കുകളുടെ സെറ്റ് ചെയ്യാനുള്ള ടാസ്കുകളുടെ
ഏരിയയിലേക്ക് ഡിസ്പ്ലേ ആവണം. അപ്പം തിരിച്ചു പോകണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. അതിന് ആദ്യം നമുക്ക് ഈ ഒരു കംപ്ലീറ്റഡ് ടാസ്കിനുള്ളിൽ നമുക്കൊരു ബട്ടൺ സെറ്റ് ചെയ്യാം. മാർക്കസ് അൺഡൺ എന്ന് പറഞ്ഞിട്ടൊരു അല്ലെങ്കിൽ അങ്ങനെ ഒരു ബട്ടൺ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നോട്ട് കംപ്ലീറ്റഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ ഈ ഒരു കംപ്ലീറ്റഡ് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സ്പാൻ ക്രിയേറ്റ് ചെയ്യാം. സ്പാൻ ഉള്ളില് ഒരു തിരക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ക്ലാസ് ഈസ് ഈക്വൽ ടു ബട്ടൺ ഡേഞ്ചർ കൊടുക്കാം. നമുക്ക് നോട്ട് കംപ്ലീറ്റഡ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ മാർക്കസ് അൺഡൺ എന്ന് തന്നെ കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. മാർക്കസ് അൺഡൺ എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് സ്റ്റൈൽസ് കൂടി കൊടുക്കാം. സ്റ്റൈൽ ഈസ് ഈക്വൽ ടു നമുക്ക് പൊസിഷൻ കൊടുക്കാം. റിലേറ്റീവ് ഫ്ലോട്ട് റൈറ്റ് കൊടുക്കാം. ഇപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് എല്ലാത്തിനും ഒരു മാർക്കസ് ഡൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു മാർക്കസ് ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലേൺ പൈത്തൺ എന്ന് പറഞ്ഞ ടാസ്ക് തിരികെ ഈ ഒരു ഏരിയയിലേക്ക് തന്നെ വരണം. അതാണ് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാർക്കസ് ഡണ്ണിന് വേണ്ടിയിട്ട് ഒരു വ്യൂ കൂടി ക്രിയേറ്റ് ചെയ്യാം. അല്ലെ, മാർക്കസ് ഡൺ വന്നിട്ടുണ്ട്. സോറി, മാർക്കസ് അൺഡണ്ണിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പൊ ഡെഫ് മാർക്കസ് അൺഡൺ എന്ന് തന്നെ നെയിം കൊടുക്കാം. മാർക്കസ് അൺഡൺ റിക്വസ്റ്റ് ടാസ്ക് ഈസ് ഈക്വൽ ടു ടാസ്ക് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ സെറ്റ് ചെയ്യാം. id ഈസ് ഈക്വൽ ടു ടാസ്ക് id. നമുക്കിവിടെ ടാസ്ക് id പാസ് ചെയ്ത് കൊടുക്കണം. ടാസ്ക് id അതിനുശേഷം ടാസ്ക് ഡോട്ട് ഈസ് അണ്ടർസ്കോർ കംപ്ലീറ്റഡ് ഈസ് ഈക്വൽ ടു ഫോൾസ്. ടാസ്ക് ഡോട്ട് സേവ്. റിട്ടേൺ റീഡയറക്ട് ഹോം. ഓക്കെ, നമ്മൾ മാർക്കസ് ഡണ്ണിന് വേണ്ടിയിട്ട് ചെയ്തത് അതുപോലെ തന്നെ ഈസ് കംപ്ലീറ്റഡ് എന്നുള്ളത് നമ്മൾ അതിന്റെ വാല്യൂ ഫോൾസ് ആയിട്ടാണ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇനി ഇതിന്റെ URL സെറ്റ് ചെയ്യാം. ഇത് ഈ ഒരു സെയിം ഇത് തന്നെയാണ്. നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അതിൽ മാറ്റം വരുത്തിയാൽ മതി. അപ്പൊ നമ്മുടെ എന്ന് പറയുന്നത് നമുക്ക് അൺഡൺ എന്ന് കൊടുക്കാം. വ്യൂവിന്റെ നെയിം അൺഡൺ എന്നായിരുന്നു. നെയിമും നമുക്ക് അൺഡൺ. ബാക്കിയൊക്കെ സെയിം തന്നെ. ഓക്കെ, നമ്മൾ URLും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ടെംപ്ലേറ്റ് വന്നിട്ട് ഈ ഒരു ബട്ടന്റെ hrefൽ നമുക്ക് ആ ഒരു URL കൊടുക്കാം. URL markers under i.id. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഞാൻ ലേൺ പൈത്തൺ മാർക്കസ് അണ്ടൺ ക്ലിക്ക് ചെയ്യുന്നു.
പഴയതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ടാസ്കുകൾ ഡിസ്പ്ലേ ആവുന്ന ഏരിയയിലേക്ക് അത് തിരിച്ചു വന്നിട്ടുണ്ട്. മാർക്കസ് ഡൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് വീണ്ടും ഈ ലേൺ HTML കംപ്ലീറ്റ് ചെയ്തു എന്നാണെങ്കിൽ മാർക്കസ് ഡണ്ണിൽ ക്ലിക്ക് ചെയ്താൽ തിരിച്ച് ആ ഒരു കംപ്ലീറ്റഡ് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലേക്ക് അത് വീണ്ടും വരും. ഓക്കെ, നമ്മളപ്പോൾ മാർക്കസ് ഡൺ അല്ലെങ്കിൽ മാർക്കസ് അൺഡൺ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് നോക്കിയത്. അപ്പം എല്ലാവർക്കും നമ്മുടെ ആ ഒരു കോഡിംഗ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളോട് ചോദിക്കാം. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.